അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇനി മുസ്തഫ ഉദ്ഹിയ്യത്തിനെ പറ്റി പറഞ്ഞ ഖുർആൻ അത് നിരോധിച്ചിരിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദത്തെ അദ്ദേഹം എങ്ങനെയാണ് ന്യായീകരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അദ്ദേഹമാണ് അതിൻ്റെ ന്യായീകരണം ഇനി പറയേണ്ടത്. വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറഞ്ഞത്, വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, ഏതൊരു ജനവിഭാഗത്തിനും നമ്മൾ മൻസക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. മൻസക്ക് എന്ന് പറയുന്നത് അനുഷ്ഠാന രീതികൾ എന്നാവാം, അതല്ലെങ്കിൽ ബലിയുമായി ബന്ധപ്പെട്ട സംഗതിയാവാം. എന്നിട്ട് ഖുർആൻ പറഞ്ഞതിൽ യദ്കുറുസ്മല്ലാഹി, ഇവിടെ അത് അനുഷ്ഠാനം, ഹജ്ജുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. യദ്കുറുസ്മല്ലാഹി അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അന്നാം, നമ്മൾ അവർക്ക് നൽകിയിട്ടുള്ള, അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള ബഹീമത്തുൽ അൻആമുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കാൻ വേണ്ടിയാണ്. യദ്കുറുസ്മല്ലാഹി അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അന്നാം, ഇവിടെ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുന്നത് ബഹീമത്തുൽ അന്നാമുമായി, കാലികളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയിൽ അള്ളാഹുവിൻ്റെ നാമം അതും കാലികളുമായി ബന്ധപ്പെട്ട് സ്മരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഹജ്ജും ബഹീമത്തുൽ അന്നാമും തമ്മിലുള്ള ബന്ധം എന്താണ്? ഹജ്ജിന് വരുന്ന ആളുകൾ അവിടെ കാലികളെ പോറ്റുക, ആട്, മാട്, ഒട്ടകം പോലുള്ളതിനെ പോറ്റാനാണോ വരുന്നത്? അതല്ലെങ്കിൽ ഇത് ബലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളതാണോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മുസ്തഫയുടെ അഭിപ്രായം? തുടർന്ന് പറയുന്നത്, വൽ ബുദിന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്, ഒട്ടകത്തെ നാം നിങ്ങൾക്ക് അതിനെ നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഷിആർ, അള്ളാഹുവിൻ്റെ ചിഹ്നം എന്നുള്ള നിലക്കാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മൃഗം അള്ളാഹുവിൻ്റെ ചിഹ്നമാണ് എന്നാണോ? അതോ ബലിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഒട്ടകത്തെ സംബന്ധിച്ചാണോ ഇത് പറയുന്നത്? ഇതും മുസ്തഫയാണ് വ്യക്തമാക്കേണ്ടത്. കേവലം മൃഗങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നമാണ് എന്നാണെങ്കിൽ മൃഗത്തിനെന്താണ് ഇവിടെ ഇത്ര പ്രാധാന്യം? ഇതും ഹജ്ജുമായി ബന്ധപ്പെട്ട രംഗത്താണ് ഉള്ള പരാമർശത്തിനടുക്കാണ് ഖുർആൻ പറയുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൃഗം മാത്രം അള്ളാഹുവിൻ്റെ ചിഹ്നമാവേണ്ട, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ കുറിക്കുന്ന, അവൻ്റെ ശക്തിവിശേഷത്തെ കുറിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണെന്നിരിക്കെ ഇവിടെ മൃഗത്തെ, അതിലും ഒട്ടകത്തെ മാത്രം എടുത്ത് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ്? എന്നിട്ട് പിന്നെ ഖുർആൻ പറഞ്ഞത് എന്താണ്? വദ്കുറുസ്മല്ലാഹി അലൈഹാ സവാഫ, ആ ഒട്ടകത്തിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക. സവാഫ്, അതിനെ സാധാരണ മൃഗങ്ങളെ കിടത്തിയിട്ടാണ് അറുക്കുക, എന്നാൽ ഒട്ടകത്തെ നിർത്തിയിട്ടാണ് അറുക്കുക. എന്നിട്ട് പറഞ്ഞു, ഫൈദാ വജബത് ജുനൂബുഹ, അതിൻ്റെ പാർശ്വം ഭാഗം അത് ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ, നിർത്തിയിട്ട ഒട്ടകത്തെ അറുത്തിട്ട് അത് ഭൂമിയിലേക്ക് വീണാൽ, അപ്പോൾ കുലു, ഇത് സാധാരണ ഉള്ള അറിവിനെ പറ്റിയാണോ പറയുന്നത്? ഭക്ഷണത്തിന് വേണ്ടി അറുക്കുന്ന അറിവിനെ പറ്റിയാണോ പറയുന്നത്? അതോ ഹജ്ജിൻ്റെ വേളയിൽ ഒട്ടകത്തെ ബലി നൽകുന്നതുമായി ബന്ധപ്പെടുത്തിയാണോ പറയുന്നത്? അത് മുസ്തഫയാണ് വ്യക്തമാക്കേണ്ടത്. എന്നിട്ട് പറഞ്ഞത് ഫകുലൂ മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തറിന, പ്രയാസപ്പെടുന്ന ആളുകൾക്കും അതിൽ ആവശ്യമുള്ളവർക്ക്, അതുപോലെ തന്നെ ഇതിൽ മൃഗത്തിൻ്റെ ഉദ്ഹിയ്യത്തിൻ്റെ അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ഘട്ടത്തിൽ നടത്തുന്ന ബലിയുടെ മാംസം എന്ന് പറഞ്ഞത് അത് ദരിദ്രർക്ക് മാത്രം അല്ല കൊടുക്കാൻ പറ്റുക, സമൂഹത്തിലുള്ള ആർക്കും സമ്പന്നർക്കും ഒക്കെ കൊടുക്കാവുന്നൊരു സാധനമാണത്. എന്നിട്ട് പറഞ്ഞു, കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒട്ടകത്തെ അള്ളാഹു സൗകര്യപ്പെടുത്തി തന്നിട്ടുണ്ട്, അധീനപ്പെടുത്തി തന്നിട്ടുണ്ട്.
അപ്പോൾ എന്തിനാണ് ഇവിടെ ഈ ഒട്ടകത്തിന് അറുക്കണ കാര്യം, അത് നിലത്ത് വീണതിനെ പറ്റി പറഞ്ഞതിനുള്ള കാര്യം, അതിൻ്റെ മാംസം തിന്നുകയും മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കുകയും ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ എന്തിനാണ്? അപ്പോൾ ഇത് ബലിയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഹദിയ്, നുസൂക്ക്, അതുപോലെ തന്നെ നഹർ, അതുപോലെ ദബ്ഹ് തുടങ്ങിയുള്ള ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് കേവലം മൃഗങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി അറുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മനുഷ്യൻ അവൻ സ്വയം അള്ളാഹുവിന് സർവാത്മന സമർപ്പിക്കുന്നതിന് പറ്റിയോ അല്ല. മറിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട് ആ ഒരു ഘട്ടത്തിൽ പ്രത്യേകമായി ബലി നൽകുന്നതിനെ സംബന്ധിച്ചാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലോകം 1400-ൽ പരം വർഷങ്ങളായി ഈ സംഗതി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇപ്പോൾ മുസ്തഫ വന്നിട്ട് ഇത് മുആവിയയുടെ മതമാണ്, ഇസ്ലാം പഠിപ്പിച്ചതല്ല, ഖുർആന് വിരുദ്ധമാണ്, ഖുർആൻ അത് നിരോധിച്ചിട്ടുണ്ട് എന്നൊക്കെ തട്ടിവിട്ടാൽ അത് അംഗീകരിക്കാൻ മാത്രം വിഡ്ഢികളല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകത്ത് മറ്റ് ഖുർആനെ പഠിക്കുന്ന മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് പോലും ഇത് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ്. എന്നിരിക്കെയാണ് മുസ്തഫ ഈ ഒരു അബദ്ധം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ 100 ഒട്ടകത്തെ അതിൽ 70 എണ്ണത്തിനെ നബി അറുത്തു. ബാക്കി 3 എണ്ണത്തിൻ്റെ കാര്യം അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു എന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ കണക്ക് തെറ്റിപ്പോയി. ഹദീസ് എഴുതിണ്ടാക്കിയവൻ കണക്ക് കൂട്ടാൻ ശ്രമിച്ചില്ല. അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള എന്താ, ഈ 70 ഒട്ടകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കയറ് പിടിച്ച് അവിടെ കൊണ്ടുവന്ന് നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അറുത്ത് തോല് പൊളിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അന്ന് 100,000-ൽ പരം മുസ്ലിങ്ങൾ ഹജ്ജിന് വേണ്ടി വന്നിട്ടുണ്ട്. നബി നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ഈ ആളുകൾ ഈ ഒട്ടകങ്ങളെ അറബ് സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്യുന്നത് ആ ഒട്ടകത്തെ അറുക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരൊട്ടകത്തെ അറുക്കാൻ എത്ര മിനിറ്റ് വേണം മുസ്തഫൻ്റെ കണക്കിന്? അദ്ദേഹം പറഞ്ഞത് ഒരു ദിവസം കൊണ്ടൊന്നും ഇത് അറുത്ത് തീരൂലെന്നാണ്. ഒരൊട്ടകത്തെ അറുക്കുക എന്നുള്ള സംഗതിക്ക് അതിൻ്റെ കഴുത്തിൽ കത്തി വെക്കാൻ എത്ര മിനിറ്റ് വേണം? ഇതാണ് കണക്ക് കൂട്ടേണ്ടത്. അല്ലാതെ ഒട്ടകത്തെ അറുത്ത് തോല് കളിക്കുന്ന സമയമല്ല. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 70 ഒട്ടകത്തെ എത്ര മണിക്കൂർ കൊണ്ട് അറുത്തിട്ടുണ്ടാവും? ബാക്കിയുള്ള അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അതിൻ്റെ ബാക്കി പണിയൊക്കെ ചെയ്യുന്ന സഹാബിമാരാണ്. അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനകത്ത് തോല് ഒളിച്ചായിട്ട് അതിൻ്റെ മാംസം വീതിക്കാൻ നിൽക്കുകയല്ല ചെയ്യണത്. നബിയുടെ കൂടെയുള്ള ആളുകൾക്ക് കൂടി ഭക്ഷണവും മറ്റുമൊക്കെ ആയിട്ടാണ് ഈ ഒട്ടകത്തിന് അറുക്കുന്നത്. പിന്നെ അവിടെ മക്കയിൽ പരിസരങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇതുമായിട്ട് ആഗ്രഹിച്ച് വരുന്ന ആളുകൾക്കും ഇത് കൊടുക്കാം എന്നല്ലാതെ മുസ്തഫ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ കൂടുതൽ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഇതിൻ്റെ സമയമൊന്നും ആവശ്യമില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉച്ചക്ക് ളുഹറിന് കഅബയിലുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴാണ് നടത്തുക എന്നുള്ള സമയം നിർണ്ണയിച്ച് പറഞ്ഞിട്ടുണ്ടോ ഹദീസിൽ? എങ്കിലല്ലേ അദ്ദേഹം ഈ പറയുന്നതിന് പ്രസക്തിയുള്ളൂ. അദ്ദേഹം മക്കയിൽ വന്നു, പിന്നീട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മിനയിലേക്ക് പോകുന്നുണ്ട് അവിടെ രാപ്പാർക്കാൻ വേണ്ടി. ഈ ഘട്ടങ്ങളിലൊക്കെ അതിന് അറക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ ആളുകൾക്ക് സംശയം ഉണ്ടാക്കാനും ഒരു അങ്കലാപ്പിലാക്കാനും വേണ്ടി ഒരു അടിസ്ഥാനമില്ലാത്ത ചില വാദഗതികൾ അദ്ദേഹം ഉന്നയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വേറെ ചില ചിന്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് മുസ്തഫ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ലാതെ ഉദ്ഹിയ്യത്തിൻ്റെ അല്ലെങ്കിൽ ഹദിയ്യ എന്ന് പറഞ്ഞാൽ ഹജ്മാർ ചെയ്യുന്ന സംഗതി കാണും. ഉദ്ഹിയ്യത്ത് നമ്മൾ നാട്ടിൽ വെച്ച് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ ഈ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന സംഗതിയെ ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു എന്ന് ലൻ യനാലല്ലാഹു ലുഹൂമുഹ എന്നുള്ള ആയത്ത് ഓതിയിട്ട് അദ്ദേഹം പറയുമ്പോൾ ഈ ലൻ യനാലല്ലാഹു ലുഹൂമുഹ എന്നുള്ളത് ഇതിനുള്ള ആയത്താണെന്ന് എങ്ങനെയാണ് അദ്ദേഹം സ്ഥാപിക്കുക? അത് മാത്രവുമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഈ ലൻ യനാലല്ലാഹ എന്ന ആയത്തുകൊണ്ട് അള്ളാഹു നസ്ഖ് ചെയ്തിട്ടുണ്ടോ? ഖുർആനിൽ നസ്ഖ് ഉണ്ട് എന്നാണോ അദ്ദേഹത്തിൻ്റെ വാദം? അതല്ല എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹം
പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം വാദം എന്നുള്ളത് അദ്ദേഹമാണ് പിന്നെ വ്യക്തമാക്കേണ്ടത്. അല്ലാതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് സമയം കളയാൻ നിൽക്കരുത് എന്നാണ് മുസ്തഫയോട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വാദം നമ്മളെ നാട്ടിൽ ഒരേ മഹലിൽ തന്നെ കണ്ടമാനം മാംസം ലഭിക്കുന്നു. അതിന് ഞാൻ എൻ്റെ ആദ്യത്തിലുള്ള എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ കുറച്ച് പ്രദേശങ്ങളിൽ ആളുകൾ മത്സരിച്ചുകൊണ്ട് ഇത് ചെയ്യണമെന്നുള്ളത് ശരിയാണ്. എന്നാൽ കേരളത്തിൽ തന്നെ ഒരുപാട് മഹല്ലുകൾ, പ്രദേശങ്ങൾ, കുടുംബങ്ങൾ മാംസം കിട്ടാത്ത ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഇത് വിതരണം ചെയ്യാവുന്നതാണ്. ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അത്ര അഭികാമ്യമല്ലാത്ത രീതി ചിലയിടത്ത് കൈക്കൊള്ളുന്നു എന്നതുകൊണ്ട് മാത്രം ഇതെങ്ങനെയാണ് നിരാകരിക്കപ്പെടുക? ഇനി മുസ്ലിം ലോകത്ത് മൊത്തത്തിലെടുത്താൽ മുസ്ലിം ലോകം മൊത്തം സമ്പന്നമാണ്. ലോകത്ത് മുസ്ലിം നാടുകളിൽ എവിടെയും ദാരിദ്ര്യമില്ല. അവിടെയൊക്കെ എല്ലാവർക്കും വളരെ കുശാലായിട്ട് തിന്നാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട്. പിന്നെ എന്തിനാണ് ഇത് അറക്കണതെന്നാണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആഫ്രിക്കൻ നാടുകളിലും മറ്റ് നാടുകളിലേക്കൊക്കെ എന്തിനേറെ നമ്മളെ ബംഗ്ലാദേശ് പോലുള്ള പ്രദേശങ്ങളിൽ പോലെ അതിനൊന്നും പോകണ്ട. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ വടക്കേ ഇന്ത്യയിലേക്കൊക്കെ പോയാൽ എന്താണ് അടുത്തൊക്കെ അവസ്ഥ? അപ്പോൾ ഇതൊന്നും കണ്ടില്ലാന്ന് നടിച്ചുകൊണ്ട് ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ് അദ്ദേഹം ഉദ്ഹിയ്യത്തിനെ എതിർക്കുന്നത്. അല്ലാതെ അതിൽ യാഥാർത്ഥ്യത്തിൻ്റെ കണിക പോലുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.